കോൺട്രാസ്റ്റ് കളറുള്ള സോഫ ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് മിററിന്റെ സൈഡില് ഡിസൈൻ ഇഷ്ടം പോലെ ഡിസൈൻ മാർക്കറ്റിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. വൈറൽ ഇതൊന്നും എണ്ണാൻ പറ്റില്ല, മൊത്തം ഇങ്ങനെ പരത്തിട്ട് കാണിക്കാം. അത്രയും ഡിസൈനുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലൈഫ് ടൈം ഗ്യാരണ്ടി നമ്മൾ കസ്റ്റമറുടെ പേരിൽ നമ്മൾ വാറന്റി സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആളുകൾ ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണട്ടെ. ഇന്ത്യറിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഒരു പ്രൊഡക്റ്റിൽ കിട്ടുന്നത്. ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. നല്ലൊരു ബിസിനസ് ഒക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇന്റീരിയർ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ പറ്റിയ ഒരു ബിസിനസ് ആണ്. ഇന്റീരിയർ ചെയ്യുന്ന ആളുകളോടാണ്. ഇന്റീരിയർ ചെയ്യുമ്പോൾ പല മെറ്റീരിയലിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ആണ് നമുക്ക് മനോഹരമായ ഇന്റീരിയർ ചെയ്യാൻ പറ്റുക. അപ്ഡേറ്റഡ് ആയിട്ടൊരു ഇന്റീരിയർ ചെയ്യാൻ പറ്റുക. നമുക്കൊരു വൗ ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു മെറ്റീരിയൽ കൊണ്ട് സാധിക്കും. അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോഴേ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് നോളജ് ഉണ്ടാവണം. ഇതാണ് ഫാബ്രിക് പാനൽ ഷീറ്റ്. 2 സൈസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇത് ഫാബ്രിക് ആയതുകൊണ്ട് PVC ബോർഡോ അല്ലെങ്കിൽ പ്ലൈവുഡോ ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ചെയ്യാവുന്നതാണ്. സർഫേസ് വളരെ കൃത്യമാക്കി തന്നെ ചെയ്യാൻ പറ്റും. 13 കളറുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഈ പാനലിംഗ് ചെയ്യല്ലേ ഇതേപോലെയൊക്കെ ഡിസൈനിൽ ഉണ്ടാവും. ഇതിന്റെ ഫ്രണ്ടിൽ വേറെ ഏതെങ്കിലും കോൺട്രാസ്റ്റ് കളറുള്ള സോഫ ഇട്ട് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഒരു ഐഡിയ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. ഇത് മിററിന്റെ സൈഡില് നമ്മുടെ വാർഡ്രോബിന്റെ ആ ഒരു പാനലിങ്ങിനൊക്കെ ഉപയോഗിക്കാം. സംഭവം കിട്ടു പ്രൊഡക്റ്റാണ്. ഒരു പ്രീമിയം ഫീൽ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഇതിന് സാധിക്കും. ഇത് വാൾ ടൈലാണ്. പല ആർക്കിടെക്ട്സിനും ഇന്റീരിയർ ഡിസൈനേഴ്സിനും അതുപോലെ ഇന്റീരിയർ കോൺട്രാക്ടേഴ്സിനും നമ്മൾ വീട്ടിൽ ഇന്റീരിയർ ചെയ്യുമ്പോഴും നമുക്ക് അറിയാത്ത കുറച്ച് നല്ല പ്രൊഡക്റ്റുകളാണ് ഈ വാൾ ടൈലുകൾ. ഹൈലൈറ്റഡ് വാൾസിന് പറ്റിയ സിമ്പിൾ വാൾ ടൈലുകളാണ്. വലിയ വിലയൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെ വീട് മുഴുവൻ കുത്തി നിറച്ച് വെക്കല്ലേ വേണ്ട, ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് ഹൈലൈറ്റഡ് വാൾസിന് മാത്രം ഉപയോഗിക്കാനാണ് കേട്ടോ. ഇത് വരുന്നത് 1x1 ആണ് ഇതിന്റെ സൈസ് വരിക. അപ്പൊ പല ഡിസൈനുകളിലുണ്ട്. കടല് വാൾ ടൈല് നമുക്ക് പ്ലൈവുഡിന്റെ മുകളിൽ ഗമ്മിട്ട് ഒട്ടിക്കാം. ഡിസൈൻ ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട്. സിൽവർ വേണ്ടെങ്കിൽ ബ്രോൺസ് കൊടുക്കാം. ഈ പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ടുള്ള നോളജാണ് നമ്മുടെ ഇന്റീരിയർ വർക്ക് ഗംഭീരമാക്കുന്നത്. ഒരു ഹൗസ് വാമിയൊക്കെ വരുമ്പോൾ വരുന്ന ആളുകളൊക്കെ ഗംഭീരമായിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇതാ കുറച്ച് പ്രൊഡക്റ്റുകൾ വേണം. 750 രൂപ മുതലാണ് ഇതിനൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഷ്ടംപോലെ കളറുകളുണ്ട്. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് സൈഡിന്റെ ബാക്കിൽ വരെ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ കൊടുത്താൽ വളരെ രസകരമായിരിക്കും. ഇത് 6mm മുതലാണ് ഇതിന്റെ കനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. ആക്രിലിക് എൻഗ്രേവ് ചെയ്തിട്ടുള്ള അടിപൊളി ചാർക്കോൾ പാനലാണ് കാണിക്കുന്നത്. ഹൈലൈറ്റഡ് വാൾസിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു മേക്കിംഗ്. ഇതിന്റെ ഗ്ലോ ലാം എന്നും പറയുന്നതിന് ഈ ആക്രിലിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. ഇതിങ്ങനെ ചാർക്കോൾ പാനിന്റെ ഉള്ളിൽ ചെയ്തിട്ടാണ്. ഇതിന്റെ സൈസ് വരുന്നത് 1.5 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ 8 അടി നീളം, 2 അടി വീതി. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. നമുക്ക് ആരുടെ ആവശ്യമില്ല, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഹൈലൈറ്റഡ് വാൾസ് നമുക്ക് തന്നെ ചെയ്യാം. നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ ചെയ്താൽ മതി. ഇതിൽ ഇഷ്ടം പോലെ ഫിനിഷുകൾ ഉണ്ട് കേട്ടോ. ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വലിയ ബഡ്ജറ്റ് ഒന്നുമില്ല, വെറും 270 രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വാൾ സെൽഫ് അഡസീവ് ടൈലുകളാണ് നമ്മളിപ്പോ കണ്ടത്. 30 രൂപ വിലയിൽ ഒരു പാനൽ ഷീറ്റ് തന്നാലോ? ഇത്രയും ബഡ്ജറ്റില് ഇന്റീരിയർ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒരു പാനൽ ഷീറ്റ് ഇല്ല. ഇതിനൊരു 158 രൂപ മുതൽ തുടങ്ങുന്ന ഒരു WPC ലൂവർ ഷീറ്റാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഇഷ്ടം പോലെ ഡിസൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ലൂവറിന്റെ കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്റീരിയറിന് ഒരു ഭംഗി വരാതിരിക്കരുത്. ഈ ഷീറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാല് WPC ഷീറ്റ് 6 ഇഞ്ചാണ് വീതി കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കാവുന്ന രീതിയിലാണ് ഇതുള്ളത്. നമുക്ക് ഒട്ടിച്ച് വെക്കാനോ സ്ക്രൂ ചെയ്യാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത അതിന്റെ മുകളിൽ ലോക്ക് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണുള്ളത്. 10-20 ഡിസൈനുകളിലെ ഈ ഒരു അളവിൽ ഇത് ലഭ്യമാണ്. ഇത് പെയിന്റബിളും അല്ലാതെ നമ്മുടെ അടുത്ത് ലഭ്യമാണ്. ഇത് ശരിക്കും ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെയാണ് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. ഇനി വേണമെങ്കിൽ അഡീഷണൽ കളറൊക്കെ കൊടുക്കണമെങ്കിൽ ഈ വൈറ്റ് ഒക്കെ മേടിച്ചിട്ട് വേറെ കളർ കൊടുക്കാം, ഈ ഗ്രേ മേടിച്ച് വേറെ കളറാക്കാം. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഇന്റീരിയറിന് അനുയോജ്യമായിട്ടുള്ള കളർ കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മുടെ ഒരു ആർക്കിടെക്റ്റോ ഡിസൈനറോ ഡിസൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ 8.4-ന്റെയും 8.2-ന്റെയും ഒക്കെ ചാർക്കോൾ ഷീറ്റുകൾ കിട്ടും. ഈ ചാർക്കോൾ പാനലിങ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. 6mm ആണ് തിക്നെസ് ഉണ്ടാവുക. വളരെ നീറ്റായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ ഇത് മേടിച്ചാണ് ഫിക്സ് ആക്കിയാൽ മതി. ഇതിൽ ഇഷ്ടം പോലെ കളറുകളുണ്ട്. ഇതൊക്കെ അതിന്റെ കളറുകളാണ് കേട്ടോ. ഇതിലേത് വേണമെങ്കിലും എടുക്കാം. അത്രയും ഡിസൈനുകളുണ്ട്. ഇതിന്റെ മുകളിൽ പോളിഷ് ചെയ്യോ അല്ലെങ്കിൽ പെയിന്റ് ചെയ്യോ ഒന്നും വേണ്ട, ഡയറക്റ്റ് തന്നെ കണ്ടാൽ മതി, സംഭവം കിട്ടുവാണ്. മിനിമം 6mm തിക്നെസ് ആണ്.
വേറൊരു പ്രത്യേകത ഡയറക്റ്റ് നമുക്ക് ചുമരിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്ന ചാർക്കോൾ പാനൽ 8.2 8.4 സൈസിൽ അവൈലബിൾ ആണ്. ബുക്ക് റീഡിങ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് ബുക്ക് റീഡിംഗ് അല്ല, ഇതൊരു പ്ലൈവുഡിന്റെ സാമ്പിൾ ആണ്. 9 ലെയറാണ് ഒരു പ്ലൈവുഡിൽ ഉണ്ടാവുക. അത് 13 പ്ലൈ ഉള്ള ഒരു പ്ലൈവുഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ISI ഉള്ള ഒരു പ്ലൈവുഡ് ആണ്. ലൈഫ് ടൈം ഗ്യാരണ്ടി ആണ്. പേര് ഒരിക്കലും നമ്മൾ മറക്കില്ല, OTP പ്ലാറ്റിനം എന്ന് പറഞ്ഞ പ്ലൈവുഡ് ആണ് ഇത് കിടന്നത്. ലൈഫ് ടൈം ഗ്യാരണ്ടി എന്ന് ഇതിന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഇതിന് മുകളിൽ 16 പ്ലൈവുഡ് ആണ്. 710 ഗർജറ്റ് പ്ലൈവുഡ് ആണ് നമ്മൾ ഈ കൊടുക്കുന്നത്. 11 പ്ലൈ ആണ് ഇതിലുള്ളത്. സാധാരണ നമ്മൾ എല്ലാ പ്ലൈവുഡ് എടുത്താലും 9 ലെയർ ഉണ്ടാവുള്ളൂ. അപ്പൊ കനം കുറഞ്ഞ പാളികൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കരുത്തുള്ളത്. കമ്പാരിറ്റീവ്ലി പ്രൈസ് ചെറുതായിട്ട് കൂടിക്കോട്ടെ, നമുക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ. ഇതിൽ ഈ കോറാണ് കാണുന്നത്. ഓരോ ലെയറുകളും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ എണ്ണ കാണാൻ പറ്റും. അപ്പൊ പ്ലൈവുഡ് വാങ്ങുമ്പോൾ എത്ര കോറാണ് ഇതിനകത്ത് ഉള്ളതെന്ന് ഒന്ന് ചോദിക്കുക. അപ്പോൾ 9 ആണോ 8 ആണോ 7 ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും. സാധാരണ PVC ബോർഡ് വാങ്ങിക്കുന്ന അതേ വിലയ്ക്ക് തന്നെ നമുക്ക് ഒരു മൾട്ടിവുഡ് PVC ബോർഡ്, അതായത് ഉള്ളിൽ മൾട്ടിവുഡ് അടങ്ങിയിട്ടുള്ള 3 ലെയർ ആണ്. 2 സൈഡ് ഇതുപോലെ ഉണ്ടല്ലോ, വൈറ്റ് ലാമിനേഷൻ ഗ്ലോസിൽ ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലൈന്റ് വരില്ല. 0.6 ഡെൻസിറ്റി ഉണ്ട്. 3 ലെയർ, അതായത് 2 സൈഡും നമ്മൾ ലാമിനേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. 25 രൂപയാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. കുറച്ച് മുമ്പ് കിളിർപ്പ് വരിക എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞിരുന്നു. അങ്ങനെ കിളിർപ്പ് വരുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരു മൾട്ടിവുഡ് വെച്ച് അടച്ച് അതിന് മുകളിൽ ലാമിനേഷൻ ചെയ്താൽ മതി. അമല ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡില് 62 രൂപ മുതൽ 17 mm മൾട്ടിവുഡ് PVC ബോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കോർപ്പറേറ്റ് ഓർഡർ ആണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഓർഡർ ഒക്കെ ആണെങ്കിൽ വീണ്ടും പ്രൈസ് കുറച്ച് വരും. അപ്പോൾ ഈ ഒരു വലിയ HD PVC മൾട്ടി ബോർഡിന്റെ ഇത് 4.5 ആണ് ഇതിന്റെ ഡെൻസിറ്റി വരുന്നത്. ഇത് 0.55 ആണ് ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ ഒരു പ്രൈസ് ചോദിക്കുന്നതിന് മുന്നേ ഡെൻസിറ്റി ആണ് മുഖ്യം. ഇനി 0.7 ഉണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് സ്ക്രൂ ഹോൾഡ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ HD PVC മൾട്ടിബോർഡ് ഉപയോഗിക്കാം. ഇതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.8 mm ആണ് ഡെൻസിറ്റി വരുന്നത്. അപ്പോൾ അത്രയും ഡെൻസിറ്റി ഉള്ള ബോർഡുകളാണ് സ്ക്രൂ ഹോൾഡ് ചെയ്യുകയുള്ളൂ. 62 രൂപയിൽ തുടങ്ങി 140 രൂപ വരെ റേറ്റ് ഉണ്ട്. ടെറാബ്രിക്ക് വെക്കുന്ന ആളുകളുടെ ഒരു പ്രയാസം എന്താ വെച്ചാൽ വളരെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ടൈം കുറെ എടുക്കും ഈ വർക്കൊക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ പെയിന്റ് അടിക്കണം, പോളിഷ് ചെയ്യണം. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ FRP ഓക്നോ പാനൽ, ഇതൊരു PVC ഫൈബർ ആണ്. ഇതിൽ ബാക്കിൽ ഫൈബർ എത്തുന്നുണ്ടല്ലേ, ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു 7000 രൂപ മുതൽ 10000 രൂപ വരെ ഒരു ഷീറ്റിന് 8.2 ഷീറ്റിന് വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഔട്ട്സൈഡിൽ ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. കളർ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഏത് കളറിൽ, ഇപ്പോൾ ഈ കളറിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയും കേട്ടോ. ഇത് വേണമെങ്കിൽ വീടിനകത്ത് പാർട്ടീഷൻ കൊടുക്കാൻ പറ്റും. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാനലാണിത്. നാട്ടിലൊരു ബിസിനസ് ഒക്കെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കാണട്ടെ. ഇതെന്താണ് ഈ ഒരു വാറണ്ടി കാർഡിന്റെ പ്രത്യേകത? ഇത് നമ്മൾ 3 സീരീസിലാണ് നമ്മുടെ പ്ലൈവുഡ് ഇറങ്ങുന്നത്. ഇതിന് നമ്മൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാറ്റിനം HD എന്ന് പറയുന്നത്. പ്ലാറ്റിനം HD എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ് പ്ലൈവുഡ് കൊടുക്കുന്നത്. പ്ലാറ്റിനത്തിന് ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം ഗ്യാരണ്ടി നമ്മുടെ കസ്റ്റമർ
ഇത് ശരിക്കും 15 years നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് 15 വർഷം ഗമ്മിന് വാറണ്ടിയാണ്. SS മെറ്റീരിയലാണ്. SS ആണ്. അപ്പൊ SS ആണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉറുമി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഉറുമി വീശ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് പുതിയ വീടുകൾ വരും. അപ്പോൾ ഈ ഒരു വളർച്ചയിൽ നമ്മുടെ അതിന്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളതാണ്, പുറംതിരിഞ്ഞ് നിൽക്കരുത്. ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ ഒരു ജനസംഖ്യയാണ്. 150 കോടി ജനങ്ങൾ ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ വളർച്ചയുടെ കൂടെ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ട്രഡീഷണൽ ബിസിനസ്സുകൾ ഷോറൂം ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസ്പ്ലേ ഷോറൂം നമുക്ക് അറേഞ്ച് ചെയ്യാം. അടിപൊളി ബിസിനസ്സാണ്. താല്പര്യമുള്ളവരെ നേരിട്ട് ഇദ്ദേഹത്തെ സമീപിക്കും.